ഹായ് ഓൾ, വൺസ് അഗൈൻ നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് നമ്മുടെ യാത്ര. താമരശ്ശേരിയിൽ നിന്നും കൽപ്പറ്റയ്ക്ക് പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് മഞ്ചേരിക്ക് പോകാം. ഇതാണ് നമ്മുടെ യാത്ര. ഇവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ പരിപാടിക്ക് കൊണ്ടുപോകലുണ്ട്. വണ്ടി പോവുകയാണ്, പോരുന്ന് വയ്ക്കും. ഓക്കെ, നമ്മൾ പോവുകയും ചെയ്യും. ചോട്ടാമ്പയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ 24 hours നമ്മൾ ഫ്രീ ആയതുകൊണ്ട് നമുക്കിനി അങ്ങോട്ടും പോകാം. ചുരം കയറുന്ന ഇടയിൽ താമരശ്ശേരി ചുരമാണത്. ചുരം കയറുന്ന ഇടയിൽ നമ്മൾ കുറേ പിള്ളേർ കണ്ടിട്ടുണ്ട്. സ്കൂൾ പിള്ളേരാണ്, അവരൊക്കെ ഈ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്, കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഫോണെടുക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കൈ കാണിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് പിള്ളേർ. പിന്നെ അങ്ങനെ കയറി പോകുമ്പോൾ ചുരം അടിപൊളിയാണ്. ചുരം കാണാത്ത ആൾക്കാരൊന്നുമില്ല, താമരശ്ശേരി ചുരം. അപ്പോൾ നമ്മുടെ സിനിമയിൽ ഒപ്പച്ചേട്ടൻ പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം, ആ ചുരമാണ് നമ്മൾ കയറിക്കൊണ്ട് നിൽക്കുന്നത്. നൈസ് വ്യൂ ആണ്. പക്ഷെ കുറച്ച് രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ഇറങ്ങണമെങ്കിൽ ഒരുപാടൊന്നുമില്ല, സൈഡിലെ ആ ഒരു പച്ചപ്പും തണുപ്പും കിട്ടും. പിന്നെ നല്ല കോടമഞ്ഞും എല്ലാം ആയിട്ട് മൊത്തത്തിലൊരു നൈസ് വ്യൂ ആണ്. പക്ഷേ ഈ ഒരു കയറ്റം കയറിപ്പോയി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ബ്ലോക്കിനിടയിൽ കൂടെ കയറി പോകണേരം നമുക്കിപ്പോൾ പറയാനൊരു സോഷ്യൽ മീഡിയ ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിനിടയിൽ കൂടെ കുറേ ആംബുലൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ അതിനകത്ത് ഒരു രോഗിയൊക്കെ ഉണ്ടാവും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എത്തിക്കേണ്ട ആൾക്കാരൊക്കെ വയനാട്ടിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് എത്തിക്കാൻ വളരെ കഷ്ടമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാൻ അറിയുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രൈവറ്റായിട്ടാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഗവൺമെൻറ് ആയിട്ടൊന്നും നമ്മുടെ കാലിക്കറ്റ് ഉള്ളതുപോലെ ഒന്നും അവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, എന്നാലും അവിടെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അതുപോലെ ഒരു നല്ലൊന്നും വരുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറയാൻ ആഗ്രഹിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് എൻ്ററായി കഴിഞ്ഞു. വയനാട് എത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ വെയിറ്റ് ബ്രിഡ്ജിനടുത്ത് എത്തി. പിന്നെ വണ്ടീൻ്റെ വെയിറ്റ് എല്ലാം നോക്കുന്നിടത്ത് എത്തി. അവിടുന്ന് വെയിറ്റ് എല്ലാം എടുത്തിട്ട് ഇതിനകത്ത് 2 പേരും കൂടെ ഉണ്ട്. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പണിയുള്ള 2 പേര്. ഒന്ന് അവൻ്റെ ചേട്ടൻ തന്നെയാണ്, ബാബു എന്ന് പറയുന്ന ബാബേട്ടൻ. പിന്നെ ഒന്ന് വാവ എന്ന് പറയുന്നത് വയനാട്ടിൽ തന്നെയുള്ള ആളാണ്. ഓരോന്നും പിന്നെ ഞാൻ വീഡിയോയിൽ അധികം എടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം എടുക്കാണ്ടത്. എന്നിട്ട് അതിൽ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൂടെ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും വീഡിയോൻ്റെ അകത്ത് കൊടുക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണ്. അങ്ങനെ നമ്മൾ ഹരിതകർമ്മസേനൻ്റെ കൽപ്പറ്റയുള്ള നഗരസഭ ഹരിത ബയോ പാർക്കിലേക്കാണ് എത്തിയത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നവർ അവരുടെ ഒരു വണ്ടി എടുത്തിട്ട്, അതായത് അവിടെയുള്ള വാവേൻ്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അവിടുന്ന് നേരെ പിടിച്ചു ഒരു വെള്ളം കുടിക്കാൻ. കാരണം ഞങ്ങൾ രാവിലെ പോയതാണ്, അവനൊന്നും കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നേരെ പോവാം, ഇവിടെ വെള്ളം കുടിക്കാം, തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പിടിപ്പിച്ച് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വേ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു വെള്ളം കുടിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു താത്ത നടത്തുന്നതാണ് ആ ഷോപ്പ് എന്ന് പറഞ്ഞ്. അവിടെ നല്ല വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് നേരെ അങ്ങോട്ട് പിടിപ്പിച്ചു. പിന്നെ പോണ വഴിക്ക് നൈസ് വ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഏതോ ഒരു കോളേജും കൂടി ഉണ്ട്. കോളേജിൻ്റെ പേര് പോയി ഇനി വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം എന്താണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിട്ടിരിക്കുമ്പോൾ വയനാട്ടിലെ കാഴ്ചകളാണ് ഇതെല്ലാം. ഇതാണ് ആ വെള്ളം കുടിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു നാരങ്ങ സോഡാണ് പറഞ്ഞത്, അവനൊരു ചായയാണ് പറഞ്ഞത്. അപ്പം കൊണ്ടുവച്ചപ്പം തല തിരിച്ചാണ് വെച്ചത്. എനിക്ക് ചായ, അവൻ്റെ നാരങ്ങ സോഡ. അങ്ങനെ 2 പേരും മാറ്റി ഇതെല്ലാം കുടിച്ച് പിന്നെ അവിടെ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള സാധനം തന്ന്, ചിക്കൻ പൊറോട്ട തന്നിട്ട്. കുഴപ്പമില്ല, നൈസാണ്. പിന്നെ ബാബുവേട്ടനും വാവക്കും നമ്മളൊരു വെള്ളം വാങ്ങി നേരെ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഹരിത ബയോ പാർക്കിലേക്ക് തന്നെയാണ് തിരിച്ച് പോണത്, കൽപ്പറ്റല്ല. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം കുടിച്ചത്. ഇതിൻ്റെ പേര് തേൻകട അങ്ങനെ എന്തോ ആണ്. നൈസാണ്. ഞാൻ തിരിച്ചു പോകുന്നവരെ നമ്മളൊരു കോലുമിഠായി വാങ്ങി. കുട്ടിത്തം നമ്മൾ ഒരിക്കലും വിടരുത്, കാരണം കുട്ടിത്തവും കുറച്ച് പ്രാന്തവും നമുക്കുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ കോളേജ് ഇതാണ്, NSN കോളേജിൻ്റെ പേരിക്ക് ഓർമ്മയില്ല, വായിക്കാൻ കിട്ടുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ മനസ്സിലാക്കിയോളി. അപ്പോൾ ഇതാണ് അവൻ പോണ വണ്ടി. അപ്പോൾ ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോൾ അവർ ഏകദേശമൊക്കെ കയറ്റി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരോട് നിന്ന് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടതിന് ശേഷം കുറച്ച് നേരം ഇവിടെ നിന്ന് കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് നെല്ലോട് കയറ്റി കഴിഞ്ഞ് നമ്മളിനി റിട്ടേൺ പോവുകയാണ്. ഇത് കൽപ്പറ്റ നഗരസഭ ഹരിത ബയോ പാർക്ക്. ഇവിടുന്ന് പ്ലാസ്റ്റിക് കയറ്റിയിട്ട് മഞ്ചേരിക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഓക്കെ, നൈസ് വ്യൂ. ഇത് പോവാ ഫുഡ് അടിക്കാണല്ലോ. എവിടുന്ന ഫുഡ് അടിക്കുക?
സൈഡാക്കി എടാ ചോട്ടെന്ന് വെച്ചാൽ അവിടെ സൈഡാക്കി തന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വെയിറ്റ് എടുക്കുന്നിടത്തേക്ക് തന്നെയാണ് എത്തിയത്. അപ്പോൾ അതിന് മുമ്പിൽ കുറച്ച് പൊടിയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ മുകളിൽ വെള്ളമെല്ലാം ഒഴിച്ചു. ഇപ്പം നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഈ നീലപ്പൂക്കൾ. അതാണ് അവിടെ ആകെ മൊത്തത്തിലുള്ള സാധനമാണ്. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ അതെല്ലാം വാടി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് അടിക്കാൻ കയറി. വീട്ടിലെ ഭക്ഷണം എന്ന് പറയുന്നത് നാടൻ ഭക്ഷണമാണ് കിട്ടിയത്. ഇത് നടത്തുന്ന ആൾ കോഴിക്കോട്ടുകാരൻ തന്നെയാണ്, നമ്മുടെ കൊടുവള്ളിക്കാരനാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ പറയുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇന്നലെ അവൻ്റെ കൂടെ ഞാൻ പോയ ആ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവന് നന്നാക്കാൻ വേണ്ടി ഐഷറിൻ്റെ കോഴിക്കോടുള്ള മലാപ്പറമ്പുള്ള കമ്പനിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നലത്തെ വീഡിയോ നമുക്ക് എൻഡിങ്ങൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇന്നലെ മൊത്തത്തിൽ ഫുഡെല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ തല കറങ്ങി മൊത്തത്തിൽ സുഖമില്ലാതായതുകൊണ്ട് ഞാൻ പൈതിക്ക് വെച്ച് ഇറങ്ങി. അവനും അത് മഞ്ചേരിക്ക് പോയി റിട്ടേൺ വന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ആ വണ്ടി കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ആ വണ്ടി നന്നാക്കി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫുഡ് അടിച്ച് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന നേരം ഈ കടലമിഠായി ഇന്നലെ കോലുമിഠായി, ഇന്ന് കടലമിഠായി അതെല്ലാം വാങ്ങി. പിന്നെ നമ്മൾ കമ്പനിയിലേക്ക് നടന്ന് അവിടെ എത്തി. അവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് നേരം കിടന്നു. പക്ഷേ അത് കിട്ടാൻ നേരം വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് മലാപ്പറമ്പ് ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോ ചേട്ടൻ കൊണ്ടുപോയി നമ്മൾ ഇറക്കി തന്ന്. ആ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് ബസ്സിന് വേണ്ടിയുള്ള നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ. അപ്പോൾ കുറേ നേരം അവിടെ കാത്തു നിന്നപ്പോൾ ബസ് കിട്ടിയില്ല. അവസാനം ബസ് വന്ന് നമ്മൾ നേരെ ചുങ്കം താമരശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത്, ആ ടിക്കറ്റാണ് ഈ കാണുന്നത് 70 രൂപ ടിക്കറ്റ് എടുത്ത്. പിന്നെ നേരെ നമ്മൾ ചുങ്കത്ത് വന്നിറങ്ങി. ചുങ്കത്ത് നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മളെ വണ്ടീൻ്റെ അതിനകത്ത് ചുങ്കം പെട്രോൾ പമ്പിലുണ്ടായിരുന്നത് ആ കിടക്കുന്ന ചോപ്പ് വണ്ടിയാണ് നമ്മളത്. അങ്ങനെ ആ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ഇവൻ ഫ്രണ്ട് അവനതിൻ്റെ പൈസ എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞ് നേരെ റിട്ടേണായിട്ട് തിരിച്ചു വന്നപ്പോൾ റാഫി ഇവൻ അറിയില്ല നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചുമ്മാ ക്യാമറ വെച്ചപ്പോൾ ഇവൻ ചെയ്ത ആക്ഷനാണ് ഇതെല്ലാം. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു വീഡിയോ എന്തായാലും അപ്ലോഡ് ആക്കും, വീഡിയോ അപ്ലോഡാക്കി അവൻ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് അവൻ പറഞ്ഞു ഇങ്ങനെ വ്ളോഗ് ചെയ്യല്ലോ, ഓക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്, ഫുൾ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു ഹോം.